എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഒരുപാട് ഫീഡ്ബാക്ക് വീഡിയോസ് ഈ ഒരു പേജിലൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൻ്റെ ഫീഡ്ബാക്ക് വീഡിയോ തരുമ്പോൾ എനിക്കൊരു പ്രത്യേക സന്തോഷമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കാൻ വേണ്ടി വന്ന ആള് UK നിന്നാണ് വന്നിരിക്കുന്നത്. ഇതിപ്പോൾ UK നിന്ന് ഒരാൾ ക്ലാസ്സിനായിട്ട് ഇങ്ങോട്ടേക്ക് വരിക, അതും എറണാകുളത്തേക്ക് വന്നു. എന്നിട്ടിപ്പോൾ ക്ലാസ് അറ്റൻഡ് ചെയ്തു. ആളുടെ പേര് സൗമ്യ എന്നാണ്. ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇപ്പം പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ആളുടെ പ്രശ്നം എന്തായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പേടി. അതാണ് മെയിനായ പ്രോബ്ലം. എന്നോട് പറഞ്ഞു നല്ല പേടിയുണ്ടെന്ന് പറഞ്ഞു. പിന്നെ സ്റ്റിയറിംഗ് ബാലൻസ് ഇല്ല. ഇങ്ങനെയാണ് എന്നോട് പറഞ്ഞിട്ടുണ്ടായത്. കുറേ നാൾ മുമ്പ് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്നിട്ട് UK മെസ്സേജ് അയച്ചു. അപ്പോൾ ഞാൻ തൽക്കാലം ഇപ്പോൾ UK വരാനൊന്നും എനിക്ക് പ്ലാനില്ല എന്ന് ആളോട് പറഞ്ഞു. പിന്നെ മെസ്സേജ് ഒന്നും കണ്ടിട്ടില്ല. അപ്പം ഇപ്പം റീസെൻ്റ്ലി ഇന്നലെ പെട്ടെന്ന് വിളിച്ചിട്ട് പറഞ്ഞു ഞാനിതാ ഇവിടത്തേക്ക് എത്തിയിട്ടുണ്ട്, ഇവിടുന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നതെന്ന് പറഞ്ഞിട്ട് ഇന്നലെ വിളിച്ചിട്ട് പെട്ടെന്ന് ഞാൻ വിചാരിച്ചു ഇനി എങ്ങനെ ഡേറ്റ് കൊടുക്കുക. 90 days ഓൾറെഡി പ്രീ ബുക്കിംഗ് ആണ് ഉണ്ടായത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ബുക്ക് ചെയ്ത ആളോട് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്, നിങ്ങൾക്കൊന്ന് ഡേറ്റ് ചേഞ്ച് ചെയ്ത് തരാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു ഓക്കെ നമുക്ക് വേറൊരു ഡേറ്റിലേക്ക് മാറ്റാമെന്ന് പറഞ്ഞ് അങ്ങനെ ഇന്നലെ വിളിച്ച സൗമ്യക്ക് ഇന്ന് ഡേറ്റ് കൊടുത്തു. ഇന്ന് ഡേറ്റ് കൊടുത്തിട്ട് സംഭവം ഇപ്പം ക്ലാസ്സൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയുണ്ട് ക്ലാസ് എന്ന് സൗമ്യയോട് തന്നെ ചോദിക്കാം. സൗമ്യ പറഞ്ഞ കാര്യം ഭയങ്കര പേടിയെന്നാണ്, പിന്നെ സ്റ്റിയറിംഗ് ബാലൻസ് ഇല്ല എന്നാണ്. പക്ഷെ ഇപ്പോൾ ക്ലാസ്സിന് വന്നതിന് ശേഷം സൗമ്യക്ക് തന്നെ മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് ബാലൻസ് എനിക്ക് നന്ന രീതിയിലുണ്ട്. മനസ്സിലായില്ലേ സൗമ്യ? ഞാൻ ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. അപ്പോൾ ഒരു തെറ്റിദ്ധാരണ ചില ആളുകളുടെ മനസ്സിലുണ്ട്, എനിക്കെന്തോ അറിയില്ല, അല്ലെങ്കിൽ എനിക്ക് അതറിയില്ല ഇതറിയില്ല. ഒരു പക്ഷേ ഇപ്പം അവിടുന്ന് പഠിപ്പിക്കുന്ന ആളുകൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല സ്റ്റിയറിംഗ് ബാലൻസ് ഇല്ല എന്ന്. പക്ഷെ അങ്ങനെ ഒരു തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പേടി എന്ന് പറഞ്ഞ സംഭവം തീരെ പോയില്ലേ സൗമ്യ? തീർച്ചയായിട്ടും പോയി നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് മനസ്സിലായി എവിടെയാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത്, ഏത് സൈഡിലാണ് ഡ്രൈവ് ചെയ്യുമ്പോൾ ഏത് സൈഡിലാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടതെന്ന് എനിക്ക് മനസ്സിലായി. നേരെ ഓപ്പോസിറ്റ് വരുന്ന എല്ലാ വാഹനങ്ങൾ കാണുമ്പോഴും എനിക്ക് പേടിയായിരുന്നു. അതാണ് എന്നെ എല്ലാവരും റോഡിൽ വാഹനമേ വേണ്ടാത്ത അവസ്ഥയിലേ വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ സൗമ്യക്കുന്നാണ് എല്ലാവരും എന്നോട് പറയാറ്. അപ്പൊ അതാ പേടി മാറാൻ വേണ്ടി മാത്രമാണ് ഞാൻ സെർച്ച് ചെയ്തത്. യൂട്യൂബിനകത്ത് സെർച്ച് ചെയ്ത ഡ്രൈവിംഗിൽ എങ്ങനെ മാറ്റാം എന്നുള്ളതായിരുന്നു. അപ്പൊ അങ്ങനെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് വീഡിയോസ് ഞാൻ കണ്ടത്. അപ്പൊ ഒരു 60 above ഉള്ള ഒരു ചേച്ചി വണ്ടി ഓടിക്കുന്ന കണ്ടിട്ടാണ് ഞാൻ വിചാരിച്ചു അയ്യോ അവർക്ക് ഓടിക്കാമെങ്കിൽ അവരുടെ പേടി മാറിയെങ്കിൽ എന്റെ പേടി എന്തുകൊണ്ട് മാറില്ല എന്നാണ് ഞാൻ ചിന്തിച്ചത്. അല്ലാതെ ഇപ്പൊ ലേഡീസിന് അങ്ങനെ കണ്ടല്ല, ഒരു 60 above ഉള്ള ഒരാൾ ഓടിക്കുന്ന കണ്ടപ്പോഴാണ് എനിക്ക് നല്ല കോൺഫിഡന്റ് തോന്നി. ഞാൻ ഒരിക്കലും ഒരു വീഡിയോയ്ക്ക് ഒന്നിനും ഞാൻ കമന്റ് അയച്ചിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഒരു വാട്സാപ്പിലെടുത്ത് യൂട്യൂബിൽ കണ്ടിട്ട് അതെനിക്ക് അത്രയും ആവശ്യമായതുകൊണ്ട് മാത്രം ഞാൻ മെസ്സേജ് അയച്ചത്. അപ്പൊ എന്നോട് പറഞ്ഞു UK വരാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു UK വരാൻ പറ്റത്തില്ലെങ്കിൽ ഞാൻ നാട്ടിൽ എപ്പോഴെങ്കിലും വരുന്ന സമയത്ത് കണ്ട് എങ്ങനെയെങ്കിലും അതൊന്നും എനിക്കൊന്ന് ശരിയാക്കണമെന്ന് തോന്നിയിരുന്നു. അപ്പൊ ഇന്ന് എനിക്ക് വണ്ടി ഓടിച്ചപ്പോഴേ ഞാൻ ഇപ്പൊ ഇത്രയും ദിവസം വിചാരിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളൊന്നും അല്ല ശരി, അതെന്റെ ആവശ്യമില്ല, അത്രയും കാര്യങ്ങൾ നമ്മൾ അത്രയും ശ്രദ്ധിക്കണ്ടെന്ന് മനസ്സിലായി. എന്താണ് ശ്രദ്ധിക്കേണ്ടത്, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയണം എന്നുള്ള കാര്യം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ സൗമ്യയോട് ഒരു കാര്യം പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആവശ്യമില്ലാത്തതൊന്നും കാണണ്ടാന്ന്. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ആവശ്യമില്ലാത്തൊന്നും കാണണ്ട. ഇപ്പൊ സൗമ്യ ഒരുപാട് കാര്യം കാണുന്നുണ്ടായിരുന്നു. ഇപ്പോ അത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, എന്ത് കാണണം എന്ത് കാണണ്ട. ആവശ്യമില്ലാത്തത് കണ്ടു കഴിഞ്ഞാല് മൈൻഡ് ഡൈവേർട്ട് ആവും, ശ്രദ്ധ കുറയും, ടെൻഷൻ കൂടും. നമ്മള് ചില കാര്യം കാണണ്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഓക്കെ, എല്ലാം ഓക്കെ ആവും. അതറിയണം ഏത് കാണണം ഏത് കാണണ്ടെന്ന്. ഇപ്പൊ അത് സൗമ്യക്ക് കൃത്യമായിട്ട് ബോധ്യമായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഭയങ്കര റിലാക്സ് ആയിട്ട് വണ്ടി ഓടിക്കുന്നുണ്ട്. ഇപ്പം സീറ്റിംഗ് പൊസിഷൻ കംപ്ലീറ്റ്ലി മാറ്റി. ഇപ്പൊ മുന്നേന്ന് വെച്ചാൽ ഭയങ്കര അടുത്തിരുന്ന് ഡ്രൈവ് ചെയ്യുന്നു, കാലിന് വേദന എന്ന് പറഞ്ഞു. അതൊന്നും ഇല്ല ഇപ്പൊ, എനിക്ക് അതൊന്നും പ്രശ്നം തോന്നുന്നില്ല. ഇത്രയും ദൂരെ വെച്ചിട്ടാണ് വണ്ടി ഓടിക്കേണ്ടതെന്ന് നമുക്ക് അറിയില്ലായിരുന്നു. രാവിലെ മുതലേ ഇങ്ങനെ വണ്ടി ഡ്രൈവ് ചെയ്യുന്നുണ്ട്, ഒരു പ്രശ്നമില്ലല്ലോ. ഇപ്പൊ അങ്ങനെ റിലാക്സ് ആയിട്ട് ഓടിക്കുന്നുണ്ട്. ഇല്ല, ഇപ്പൊ അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ല. അപ്പം കാലിന്റെ കാഫ് മസിൽസിനൊക്കെ നോർമലി ഡ്രൈവ് ചെയ്യുമ്പോൾ പെയിൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ സീറ്റിംഗ് പൊസിഷൻ കറക്റ്റ് ആക്കണം. ഓരോരോ ആൾക്കും അത് ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ അത് ഏറ്റവും റിലാക്സ് ആയിട്ട് ഏറ്റവും ബാക്കിൽ ഇരുന്നിട്ട് ഓടിക്കുന്നത്. ഇപ്പൊ സൗമ്യ ശരിക്കും ഡ്രൈവ് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിശയം തോന്നും. മാക്സിമം ബാക്കിൽ ഇരുന്നിട്ട് ഇങ്ങനെ കൈയൊക്കെ ഫ്രീ ആയി പിടിച്ച് ചാരി ഇരുന്നിട്ട് ഓടിക്കുന്നത്. അപ്പം ആ ഒരു രീതിയിലേക്ക് ഇരിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആള് കോൺഫിഡന്റ് ആയെന്നാണ്. അല്ലെങ്കിൽ പേടിയാവും, അയ്യോ ഞാൻ ബാക്കിലാണ് ഇരിക്കുന്നതെന്ന് എല്ലാവരും പറയാറുണ്ട്. ഞാൻ അധികം ഈ ട്രെയിനിങ്ങിന് വരുന്ന ആളെയൊക്കെ മാക്സിമം ബാക്കിലേക്ക് എത്തിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാലേ അവർക്ക് ധൈര്യം കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഇരുന്ന് ഡ്രൈവ് ചെയ്യാൻ പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഓക്കെ ആയി. അങ്ങനെ ഇരുന്ന് കംഫർട്ടായിട്ട് ഡ്രൈവ് ചെയ്യുന്നുണ്ട് ഇപ്പൊ സൗമ്യ. അപ്പൊ ഇനിയിപ്പോ UK പോയി കഴിഞ്ഞാൽ ഈ പേടിയൊന്നും ഉണ്ടാവില്ല. ആ സംഭവം ഈസിയായി. കാരണം പറഞ്ഞാൽ അവിടെ അത്രയും
റൂൾസ് നന്നായിട്ട് നോക്കുന്ന സ്ഥലമാണ്. അപ്പൊ നമുക്ക് ഇത്രയും ബുദ്ധിമുട്ടില്ല. ഓവർടേക്കിംഗ് ഒക്കെ കുറവാണ്, ഒന്നും ചെയ്യില്ല. അങ്ങനെ കുറെ കാര്യങ്ങൾ മനസ്സിലായി. ഇനി അവിടുത്തെ എന്തായാലും ഡ്രൈവിങ്ങിന് ക്ലാസ്സുകളിൽ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നതാണ്. അപ്പൊ അവിടുത്തെ ശരിക്കും പറഞ്ഞാൽ റൂൾസ് ഒക്കെ അറിഞ്ഞ് നമുക്ക് വണ്ടി ഓടിക്കണം. ഇവിടത്തെ പോലെ വണ്ടി ഓടിച്ചാൽ പോരാ, അതിന്റെ റൂൾസ് നമ്മൾ നന്നായിട്ട് കറക്റ്റ് ചെയ്യണം. അപ്പൊ അതെല്ലാം മനസ്സിലാക്കിയിട്ട് നന്നായിട്ട് വണ്ടി ഓടിക്കാൻ പറ്റുന്നുള്ള ആ ഒരു ഫിയർ അത് മാറിക്കിട്ടി. അതായിരുന്നു എന്റെ ഏറ്റവും വലിയ പ്രോബ്ലം. അത് വെച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ നമ്മൾ ഒത്തിരി വണ്ടി ഓടിക്കാൻ വേണ്ടി പഠിച്ചു, ശ്രമിച്ചു. നമുക്കത് ശരിയാകുന്നില്ലായിരുന്നു. എല്ലാരും കൂടി ഇങ്ങനെ പറയാൻ തുടങ്ങി അതന്നെ. ഇപ്രാവശ്യവും എല്ലാവരും എന്നെ ഇങ്ങനെ പറയും, എന്ന് വണ്ടി ഓടിക്കുന്ന റോഡിൽ വണ്ടിയേ പാടില്ല, എന്നാ മാത്രമായിരിക്കും സൗമ്യ വണ്ടി ഓടിക്കുക എന്ന് പറഞ്ഞ സിറ്റുവേഷനിലാണ്. അതന്നെ, അതാണല്ലോ എന്റെ സിറ്റുവേഷൻ. അപ്പൊ അതൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ അവരുടെ മുമ്പിൽ തന്നെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിട്ട് പോവാണ്. ഡ്രൈവ് ചെയ്യും. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവർക്കിപ്പോ UK ഇപ്പൊ പഠിക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഒരുപാട് എക്സ്പെൻസ് ആവും. അതും വലിയൊരു ഘടകമാണ്. നമ്മളെ കയ്യിൽ നിന്ന് ഇങ്ങനെ പൈസ പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അതാണ് ഞാൻ ബേസിക് ആണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നിയ കാര്യം. കാരണം ഇതിപ്പോ എവിടെയാണെങ്കിലും വണ്ടിയിൽ എന്താ ചെയ്യണ്ടേന്നുള്ളത് മാത്രം നമ്മൾ കറക്റ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ റൂൾസ് അനുസരിച്ച് ഓടിക്കാൻ റൂൾസ് ഒരുവിധമുള്ളതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇപ്പൊ തന്നെ. പക്ഷെ എന്നിട്ടും ഞാൻ ശരിയാക്കാവേണ്ട കുറച്ച് കാര്യങ്ങളാണ് എനിക്ക് പേടി തോന്നുന്നത്, റെഡി ആവേണ്ടത്. അപ്പൊ അതൊന്ന് എനിക്ക് മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇത് ശരിയാകും. മനസ്സിലായി. നമ്മളിതിന് വലിയ ഭീകരമായിട്ടാണ് കണ്ടിരുന്നത്. കാരണം അതുപോലെയാണ് അറിയാവുന്ന ആളുകൾ നമ്മളോട് പറയുന്നതും അങ്ങനെ തന്നെ. അയ്യോ ഇങ്ങനെയാണ് ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, എന്തുവാ കാണിക്കുന്നതെന്നൊക്കെയല്ലേ ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളിങ്ങനെ ഡൗൺ ആയി പോകും. അപ്പൊ അങ്ങനെയുള്ള ആളുകളെല്ലാവരും പരിശ്രമിക്കണം എന്ന് ഞാൻ പറയുന്നത്. എന്താണ് സൊല്യൂഷൻ എന്നുള്ളത് കണ്ടുപിടിക്കുക. അപ്പൊ ഞാൻ തന്നെ അന്വേഷിച്ചിട്ട് കണ്ടുപിടിച്ചതാണ് ഇങ്ങനെ ഒരു സൊല്യൂഷൻ ഉണ്ട് എന്തെങ്കിലും. അപ്പൊ ഞാൻ എല്ലാവരും ചോദിക്കും, അതെന്തിനാ ഇവിടെ വണ്ടി ഉണ്ടെങ്കിൽ പിന്നെ വണ്ടി ഓടിച്ച് പഠിച്ചാൽ പോരെ, ഇങ്ങനെ ഒരാളുടെ അടുത്ത് പോകേണ്ട കാര്യമുണ്ടോ? ഇല്ല, അവിടെ വേറെ എന്തോ ഉണ്ട്, ഞാൻ അവിടെ വേറെ എന്തോ ട്രിക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഇത്രയും പേടിയുള്ള ആളുകളുടെ പേടി മാത്രം മാറില്ല. ഇത് സാധാരണ പഠിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് കിട്ടാത്ത എന്തോ ഒരു കാര്യം അവർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്ന് തന്നെ തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇതിനു വേണ്ടി ട്രൈ ചെയ്തത്. മനസ്സിലായി എനിക്ക് അത് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇതൊരു എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. എല്ലാവരും ഇത് മനസ്സിലാക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം പേടിയുള്ള ആളുകൾ എല്ലാവരും മുന്നോട്ട് വരണം. വിട്ടുകളയരുത്. നമ്മളൊരു കാര്യത്തിന് ഇറങ്ങി കഴിഞ്ഞാൽ വിട്ടുകളയരുത്. അതന്നെ, അതിനുവേണ്ടിയുള്ള വഴികൾ നമുക്കിപ്പോ തുറന്നു കിട്ടും. ഓരോ പ്രാവശ്യവും നമ്മളത് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് പറ്റിയ സാഹചര്യങ്ങൾ ഉണ്ടായി വരും എന്നുള്ളതാണ്. ഞാൻ UK നിന്നിട്ടാണ് ഇങ്ങോട്ട് വന്നിപ്പോ ഇത് ശരിയാക്കണമെന്ന് വിചാരിച്ചിട്ട്. കാരണം അവിടെ നമ്മൾ പോകുമ്പോൾ അവരും ചോദിക്കും, നമുക്കൊരു 1 hour ആണ് ടൈം തരുന്നത്, നമുക്ക് അതിനുള്ളിൽ നമ്മൾ ശരിയാവണേക്ക് മുമ്പ് ടൈം കഴിയും. അപ്പൊ നമുക്ക് പിന്നെ ഒരു 1 hour കൂടെ എടുക്കേണ്ടി വരും. അപ്പൊ നമുക്ക് കിട്ടത്തില്ല. നമുക്ക് അങ്ങനെ നമുക്ക് ടൈം കിട്ടാത്തത് കൊണ്ട് അവിടെ അങ്ങനെ നമുക്കൊരു ഇൻസ്ട്രക്ടർ കിട്ടാൻ പാടാണ്. അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഓപ്ഷൻ നോക്കണം എന്ന് വിചാരിച്ചാണ് ഞാൻ യൂട്യൂബ് സെർച്ച് ചെയ്തത്. യൂട്യൂബിൽ നിന്നാണ് എനിക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ കിട്ടിയത്. അതിൽ ഞാൻ വളരെ സന്തോഷമുണ്ട്, നന്ദി പറയാണ് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതെ, അപ്പൊ എനിക്കും ഇത് വളരെ ഉപകാരപ്പെടും. ഞാനും ഇന്നും ഈ കാര്യം ഓർക്കും, എന്തായാലും ലൈഫിൽ ഓർത്തു വയ്ക്കും. കൃത്യമായ കാൽക്കുലേഷൻ ഉണ്ടെങ്കിൽ സംഭവം വളരെ ഈസിയായി. പിന്നെ മൈൻഡ് ഭയങ്കര കൂളായിരിക്കണം. ഇപ്പൊ സൗമ്യ രാവിലെ വന്ന സമയത്ത് എന്നോട് പറഞ്ഞു, എനിക്ക് ഭയങ്കര പേടിയാണ്, ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞിരുന്നു. അതേ സൗമ്യയോട് ഞാൻ 1 മണിക്കൂർ കഴിയുമ്പോൾ ചോദ്യം ചോദിച്ചു, എങ്ങനെയുണ്ട് സൗമ്യ, ഇപ്പൊ മാറ്റമുണ്ടോ? പറഞ്ഞു മാറ്റമുണ്ട്. വളരെ പോസിറ്റീവായിട്ടാണ് പറഞ്ഞത്, മാറ്റമുണ്ട് എന്ന് പറഞ്ഞു. 1 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ ആ ഒരു ആൻസർ ഇങ്ങനെ മാറി മാറി വന്നു. ഒരു 3 മണിക്കൂർ കഴിയുമ്പോഴേക്കും ഇനിയിപ്പോ ഒന്നും പറഞ്ഞില്ലെങ്കിൽ ഞാൻ പോയിക്കോളും എന്ന ലെവലിലേക്ക് എത്തിയിരുന്നു സൗമ്യ. നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ തന്നെ ഏകദേശം ഓക്കെ ആയിരുന്നു. അപ്പം പറഞ്ഞ കാര്യം കൃത്യമായിട്ട് ശ്രദ്ധിച്ചു, അത് കറക്റ്റായിട്ട് അപ്ലൈ ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ടും കണ്ടു. ഇത്രയേ ഉള്ളൂ ഡ്രൈവിങ്. ഇത് വലിയൊരു റോക്കറ്റ് സയൻസ് അല്ല. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ വലിയ സംഭവമൊന്നുമല്ല. നമ്മളൊന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ, മൈൻഡ് കൂളായിരുന്നാൽ കയ്യിൽ ഒതുങ്ങുന്ന കാര്യമേ ഉള്ളൂ. ഇതാ ഒതുങ്ങി, വണ്ടി ഇപ്പോൾ കയ്യിൽ ഒതുങ്ങിയിട്ടുണ്ട്. ഒതുങ്ങിക്കൊണ്ടാണ് ഇങ്ങനെ ഇപ്പോൾ ഡ്രൈവ് ചെയ്യാനും ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കാനും ഫീഡ്ബാക്ക് തരാനൊക്കെ പറ്റുന്നത് അതുകൊണ്ടാണ്. അപ്പം ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ഡ്രൈവ് ചെയ്യാൻ പേടിച്ചിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്തോളൂ. എൻ്റെ വാട്സപ്പ് നമ്പർ 9400630735. സൗമ്യക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. എത്രയും പെട്ടെന്ന് ലൈസൻസ് കിട്ടട്ടെ, UK പോയിട്ട് നന്നായിട്ട് പിന്നെ ടെസ്റ്റൊക്കെ പാസ്സാവാൻ കഴിയട്ടെ.
എന്നാലും വീണ്ടും മറ്റൊരു ബ്ലോഗിൽ കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ വിത്ത് സൗമ്യ. ബൈ. ബൈ.